ക്രിസ്തേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. അത് യേശുവിൻ്റെ ഉപമകൾ എന്ന വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനവധിയായ ഉപമകൾ നാം മനസ്സിലാക്കി. അതുപോലെ ഇന്ന് ഞാൻ സംസാരിപ്പാൻ പോകുന്നത് മണവാളനെ ഒരുങ്ങുവാൻ തയ്യാറാകുക എന്നുള്ള വിഷയത്തെ അതിനെക്കുറിച്ച് പറഞ്ഞ ഉപമയാണ്. അതിനു മുൻപായിട്ട് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും രാജാവും അടികളുടെ സൃഷ്ടാവും പരിപാലകനുമാകുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലായിരിക്കാൻ ഒരവസരം കൂടി ഞങ്ങൾക്ക് തന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പഠിപ്പിച്ചതായ ഈ ഉപമകളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ തക്കവണ്ണം, അതേ തിരുവചനം അങ്ങനെ തന്നെ ഒന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും കർത്താവ് വേണ്ട വഴികളെ തന്ന് ബോധ്യരാക്കി തീർക്കണമേ. ഇതുവരെയും കർത്താവ് നടത്തി നന്ദിയുടെ സ്തോത്രം. ഇനിയുള്ള കാലങ്ങളും കർത്താവിൻ്റെ കൃപയിരിക്കണം യേശുവിൽ കൂടി താഴ്മയുടമനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തുവിൽ പ്രിയരെ, അനവധിയായ ഉപമകൾ നാം പഠിച്ചു. അതിനൊക്കെയും ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായ അന്തസത്ത മനസ്സിലാക്കി അത് നമ്മുടെ ഓരോരുത്തരെയും അറിവിനും ആത്മീയ വർധനത്തിന് വേണ്ടിയും നൽകിയിരിക്കുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നത് മണവാളിനെ എതിരേൽക്കുവാൻ പുറപ്പെടുന്ന ആ കന്യകമാരുടെ കഥയാണ്. യേശുവും ശിഷ്യന്മാരും ഒലിവുമലയിൽ ഇരിക്കുകയായിരുന്നു. ആ അവസരത്തിൽ അവർക്ക് ചുറ്റുപാടുമുള്ളതായ കാഴ്ച വളരെ ഭംഗിയായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും വെളിച്ചങ്ങൾ, അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ വിളക്ക് കത്തിക്കും. അത് ഒരു വീട് മറ്റു വീട് അങ്ങനെയുള്ള അനേക വീടുകൾ അങ്ങനെ ചേർന്ന് ഉള്ളതായ ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. എന്നാൽ ചില സ്ഥലത്ത് പ്രത്യേകിച്ച് കൂടുതൽ വെളിച്ചം കാണുവാനൊക്കെ കൊണ്ട് സാധിച്ചു. ആ വെളിച്ചം കാണുന്ന ആ സ്ഥലത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രത്യേകിച്ച് വിവാഹങ്ങൾ നടക്കുന്ന ഒരു സമയമായിരുന്നു. ആയതുകൊണ്ട് ആ പ്രത്യേക കൂടുതലായി വെളിച്ചം കാണുന്നിടത്തൊക്കെയും വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിരുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കി കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞ ഉപമയാണ് നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സാദൃശ്യമാകുന്നു. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെതിരേൽപ്പാൻ പുറപ്പെടുവിന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ അവരെഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണ കുറേ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീനെന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി കല്യാണ സദ്യയ്ക്ക് ചെന്നു വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമെന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പീൻ. പലപ്പോഴും മനുഷ്യർ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങാത്ത ഒരു സാഹചര്യം. അത് തന്നെയുമല്ല, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരായ നമുക്ക് ഈ ഒരു ഭാഗം നല്ലൊരു പാഠമാണ്. കാരണം ദൈവത്തിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുന്നവർ മയങ്ങുവാൻ അല്ലെങ്കിൽ ഉറങ്ങുവാനിടയായിത്തീരും. ആയതുകൊണ്ട് ഒരു മണവാളൻ വരുന്ന നാഴിക അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ എന്ന് പറയുന്നതായ ഈ ഭാഗം നമ്മുടെ ഓരോരുത്തരെയും ചിന്തയ്ക്ക് വളരെ പ്രാധാന്യമേറിയതാണ്. അപ്പോൾ ഇവിടെ 10 കന്യകമാരെ കുറിച്ച് പറയുന്നു. അവർ വിശ്വാസമുള്ളവരാണ്, അവിശ്വാസികളല്ല, അല്ലെങ്കിൽ അവർ ദൈവമില്ലാത്തവരല്ല. അവർ മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരാണ്. എന്നാൽ അവരുടെ തയ്യാറെടുപ്പിൽ അല്ലെങ്കിൽ അവർ ഒരുങ്ങിയതിൽ പാകപ്പിഴകളുണ്ടായിരുന്നു. എന്തായിരുന്നു ഈ പാകപ്പിഴ? പ്രത്യേകിച്ച് പറയുമ്പോൾ വെളിച്ചം എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുന്നത് 119 105, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിച്ചമായിട്ട് നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി മാറുകയാണ്.
അപ്പോൾ ആ വെളിച്ചവാഹികളായിട്ട് തീരുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഇറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വെളിച്ചം, അതായത് ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം നാം ധരിച്ചിരിക്കുന്നു. ആ വെളിച്ചത്തിലുള്ളതായ എണ്ണ അത് പ്രതിദാനം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായി ഇരിക്കണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സക്കറിയ പ്രവാചകൻ 4:6 ഇപ്രകാരം പറയുന്നു. അവൻ പറഞ്ഞതെന്നാൽ, സെരുബാബേലിനോട് യഹോവയുടെ അരുളപ്പാടുണ്ടായത് സൈന്യത്താലല്ല ശക്തിയാലല്ല, പിന്നെ എൻ്റെ ആത്മാവിനാലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നമുക്കെന്തുണ്ടത്? ശക്തി, അതായത് കഴിവുണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ശക്തിയല്ല, അതുപോലെ സൈന്യത്തിൻ്റെ ശക്തിയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവാകുന്നു നമ്മെ നയിക്കേണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ടതായ ഉപമയിൽ ഈ 10 പേരും കന്യകമാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർ മണവാളന് വേണ്ടി ഒരുങ്ങി വന്നവരാണ്. എന്നാൽ അവരുള്ള വ്യത്യാസം എന്താണ്? അവർ 5 പേര് ബുദ്ധിയുള്ളവരെന്നാണ് തിരുവചനം പറയുന്നത്. ഈ ഉപമയിൽ പറയുന്നത് 5 പേര് ബുദ്ധിയില്ലാത്തവരും. അപ്പോൾ ഈ 5 പേര് ബുദ്ധിയുള്ളവരെന്ത് ചെയ്തു? അവർ കുറേയേറെ എണ്ണ എടുത്തു. അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർക്ക് അതിനുവേണ്ടി അവർ കരുതിയിരുന്നു. എന്നാൽ മറ്റുള്ളവരാകട്ടെ അത്യാവശ്യത്തിന്, അതായത് പേരിനും മാത്രം. അപ്പോൾ അതുപോരാ. അതായത് ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിനെ അംഗീകരിച്ച്, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അതേ മണവാളിന് വേണ്ടി ഒരുങ്ങുക, മണവാളിന് വേണ്ടി തയ്യാറാകുക. പലപ്പോഴും ആ ഒരു കുറവ് നമുക്കുണ്ട്. യേശുക്രിസ്തു വാഗ്ദാനം ചെയ്തു, ഞാൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ധാരാളമായി തരാം. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കഴിവുകൾ, ശക്തികൾ നമുക്ക് നല്ലവണ്ണം വിനിയോഗിക്കാനൊക്കെ സാധിക്കും. എന്നാൽ അതിന് പകരം നാം എന്ത് ചെയ്യുന്നു? നമ്മൾ അത് പകുതി മനോഭാവത്തോടുകൂടി ദൈവം പാതി താൻ പാതി, താൻ പാതി ദൈവം പാതി, ആ ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല. അതായത് ഈ കന്യകമാരെക്കുറിച്ച് പറയുമ്പോൾ അവരൊരിക്കലും കപടഭക്തിക്കാർ അല്ലെങ്കിൽ പരീശന്മാരെ പോലെ ഹിപ്പോക്രിസ് അല്ലായിരുന്നു. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്, മണവാളിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നവരാണ്. എന്നാൽ അവരുടെ തയ്യാറെടുപ്പിൽ അവർ എന്ത് ചെയ്തു? കുറവുള്ളവരായിട്ട് കണ്ടു. അപ്പോൾ അവരുടെ തയ്യാറെടുപ്പ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും? ഒരുക്കമുള്ളവരായിരിക്കണം. അപ്പോൾ ഒരുക്കമില്ലാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലെ നാമും ആയിത്തീരും. അതിനെക്കുറിച്ച് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത് 33:31 ഞാൻ വായിക്കുകയാണ്. സംഘം കൂടി വരുന്ന പോലെ അവർ നിൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ ജനമായിട്ട് നിൻ്റെ മുമ്പിൽ ഇരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായ് കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അപ്പോൾ നമ്മുടെ ആ പ്രവണത, അല്ലെങ്കിൽ നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിലുള്ള കുറവ് എന്താണെന്ന് ഇവിടെ പ്രവാചകൻ പറയുകയാണ്. അവർ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. അത് മുമ്പേ ഞാൻ പറഞ്ഞ പോലെ, യേശുക്രിസ്തു പറഞ്ഞ പോലെ, നല്ല നിലത്ത് വീണ ഫലമല്ല, പിന്നെയോ പാറപ്പുറത്ത് വീണ വിത്തുകൾ മാതിരിയാണ്. അതെന്താണ് സംഭവിക്കുന്നത്? അത് പതിയെ വളർന്ന് അതിൽ ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകൊണ്ട് അത് വേര് മുളയ്ക്കുവാൻ തുടങ്ങുന്നു. വേര് മുളച്ച് അത് താഴേക്ക് ഇറങ്ങുവാൻ പരിശ്രമിക്കുമ്പോൾ അവിടെ കട്ടിയായിട്ട് പാറയായിട്ട് കിടക്കുകയാണ്. മുന്നോട്ട് പോകാൻ, അതിൽ കൂടുതലായിട്ട് മുൻപോട്ട് താഴോട്ട് പോകാനൊക്കെ വേണം, അതിന് സൗകര്യമില്ല. നമുക്കറിയാമല്ലോ, ഒരു വേര് അത് വളരെ ടെൻഡറാണ്, വളരെ അതിങ്ങനെ ലൂസ്, അതാണല്ലോ മണ്ണ് ഇളകി കിടന്നാൽ മാത്രമേ അത് പോകാൻ സാധിക്കുകയുള്ളൂ. അത് പാറയാണെങ്കിൽ അത് അവിടെ പോകാൻ കൊണ്ട് സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേര് ഇറങ്ങുവാനുള്ള സൗകര്യമില്ല. പിന്നെ വെയിൽ വരുമ്പോൾ അത് അത് നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും വേണം. അതില്ലാതെ വരുമ്പോൾ അത് വാടിക്കരിഞ്ഞു പോകുന്നു. അപ്പോൾ ആയതുപോലെ വചനം കേൾക്കുന്നു, പക്ഷേ അതിൽ ഫലമില്ല. അതുപോലെ നാം സ്നേഹം കാണിക്കുകയാണ്, പക്ഷേ ആ സ്നേഹം എന്താണ്? പുറമേ ഉള്ളൂ. അത് വെറും അകത്ത്, അല്ലെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നല്ല, നമ്മുടെ മനസ്സിലുള്ള എന്താണ്? ദുരാഗ്രഹങ്ങളാണ്. ആയതുകൊണ്ട് അത് നമ്മെ എന്തു ചെയ്യും? നിത്യനാശത്തിലേക്ക് വഴി തെളിക്കും. അതുകൊണ്ടാണല്ലോ അപ്പോസ്തലനായ പൗലോസ് അതേ തിമോത്തിക്ക് എഴുതുമ്പോൾ 2 തിമോത്തി 3:1-5 വരെയുള്ള വാക്കുകളിൽ ഈ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്നതായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ട് താൻ അവിടെ വിവരിക്കുന്നുണ്ട്. നമുക്ക് വായിക്കാം. 2 തിമോത്തി 3:1 ഞാൻ വായിക്കുകയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും
വൻപ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരും ആയിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ ഈ പറഞ്ഞ ലിസ്റ്റിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതായ ഉദ്ധരണിയിൽ ദൈവവചനത്തിൽ നമുക്കറിയാം, ഓരോ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതൊക്കെയും നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഇടയിലും നമ്മുടെ ജീവിതത്തിൽ തന്നെയും അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്താണ്? മനുഷ്യർ സ്വസ്നേഹികളാണ്. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളാണ്. അതായത് സ്വാർത്ഥതയാണ് ഏറ്റവും പരമമായി കാണുന്നത്. അത് എല്ലായിടങ്ങളിലുമുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലും കാണും. അപ്പോൾ എന്താണ്? വീതം വെക്കുമ്പോൾ അറിയാം ഓരോരുത്തരുടെ ശരിയായ പ്രകൃതം. എനിക്ക് കൂടുതൽ വേണം, എനിക്ക് കുറവ് വേണം, അല്ലെങ്കിൽ ഇന്നാർ കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ ഇന്നത് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കണക്ക് അത് എണ്ണി പറയുന്നതായ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. അത് കാരണം അത് സ്വാർത്ഥതയാണ്. പിന്നെ ദ്രവ്യാഗ്രഹം. നമുക്കറിയാം ദ്രവ്യാഗ്രഹമാണല്ലോ എല്ലാത്തിൻ്റെയും കുഴപ്പത്തിൻ്റെയും കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദ്രവ്യാഗ്രഹികളായിത്തീരുന്നു. പിന്നെ വൻപ് പറയുക, ഞാൻ വലിയതാണ്. അതുപോലെ തന്നെ അഹങ്കാരം, പിന്നെ മറ്റുള്ളവരെ ദൂഷിക്കുക, പിന്നെ അമ്മയപ്പന്മാരെ അനുസരിക്കാതിരിക്കുക. ഇന്നത്തെ കാലത്ത് അമ്മയപ്പന്മാർക്കുള്ളതായ ആസ്ഥാനം സാധാരണ കുടുംബത്തിൽ ആ മക്കളെ നോക്കുന്ന ഒരു സാഹചര്യത്തെക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ എല്ലാവരും വന്ന് ഓൾഡ് ഏജ് ഹോം പ്രായമുള്ളവരൊക്കെ കൊണ്ട് അങ്ങ് ആക്കുകയാണ്. എന്നിട്ട് കുറേ കാശും കൊടുക്കുക, തീർന്നു, അതോടുകൂടി കടമ അവസാനിച്ചു. അതല്ല, അമ്മയപ്പനെയും അനുസരിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ കൽപ്പനയാണ്. അത് പാലിക്കുന്ന പ്രകാരമാണ്. പ്രത്യേകിച്ച് ആരോഗ്യമുള്ളപ്പോഴല്ല, അവർക്ക് പ്രായമായി കൂന് വെച്ചു, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, അതേ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ളപ്പോഴാണ് അവരെ സഹായിക്കേണ്ടത്. അതിന് പകരം നാം എന്തു ചെയ്യുന്നു? നാം അവരെയൊക്കെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നന്ദി കെട്ടവർ, അതായത് മനുഷ്യന് നന്ദി പറയുവാൻ തക്കവണ്ണം, അതെ ഈ താങ്ക് യു അല്ലെങ്കിൽ നന്ദി പറയുന്ന ഒരു ശീലം വെറും അതരം കൊണ്ട് പറയുന്നത് മാത്രമായി തീരുകയാണ്, പ്രാവർത്തികമായില്ല. അപ്പോൾ ഇതൊക്കെയും എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് അശുദ്ധർ ഭക്തിയുടെ വേഷം ധരിക്കുക മാത്രമേ ഉള്ളൂ, അതിൻ്റെ ശക്തിയെ എന്തു ചെയ്യുന്നു? ത്യജിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ വിട്ടൊഴിയുക എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്രമാത്രം അധപ്പതിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ അതുപോലെ അധപ്പതനത്തിലേക്ക് പോകാൻ തക്കവണ്ണം ഇടയുണ്ട്. കാരണം അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുവാൻ തക്കവണ്ണമാണ് ദൈവം ഇവിടെ പ്രവാചകന്മാരിലൂടെ തൻ്റെ ദൂതന്മാരിലൂടെ നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് ഈ 10 കന്യകമാരുടെ ഉപമകൾ പഠിക്കുമ്പോൾ അത് നാം ഓർത്തു നോക്കേണ്ട കരുതേണ്ടതായ കാര്യം എന്താണ്? അതായത് അവർ ഒരുക്കമുള്ളവരായിരുന്നു, പക്ഷേ അവർ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ആത്മപ്രേരിതരായിട്ട് ഒരുങ്ങിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ വെളിപാടുകാരനായ യോഹന്നാൻ അതേ പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, 22:17 വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. അപ്പോൾ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നതായ ആ ഭാഗ്യങ്ങൾ അതിന് നാം കാശ് കൊടുക്കണ്ട. അതിന് നാം നമ്മുടെ അധ്വാന ഫലമല്ല, പിന്നെയോ നാം സൗജന്യമായി വാങ്ങിക്കാൻ തക്കവണ്ണം നാം എന്തു ചെയ്യണം? മനഃപൂർവ്വമായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തണം. നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ വൻ കാര്യങ്ങൾ പ്രാപിപ്പാൻ നമുക്കിടയായിത്തീരും. അതേ, അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ സ്വഭാവം അത് നന്നായി വരണം. അത് എൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒക്കുകയില്ല. എൻ്റെ സ്വഭാവം അത് മറ്റുള്ളവരിൽ എനിക്ക് കടമെടുക്കാൻ സാധിക്കില്ല, പിന്നെ അനുകരിക്കാൻ സാധിക്കും. യേശുവിനെ പോലെ ആകുക, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ആകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് എസെക്കിയേൽ പ്രവചകൻ പറയുന്നത് നോഹയും ദാനിയേലും യോബും അതിലുണ്ടായിരുന്നാലും, അത് 14:20 ഞാൻ വായിക്കുന്നത്, എന്നാണ് അവൻ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. അപ്പോൾ തിരുവചനം, തിരുവായ്മൊഴി പറയുന്നത് എന്താണെന്ന് പ്രവാചകനോട് നാം കേട്ടു. എന്താണ് പറയുന്നത്? അതായത് നോഹയെക്കുറിച്ച് പറയുമ്പോൾ നോഹ ദൈവത്തോട് അല്ലെ വളരെ നല്ലവനായി നീതിമാനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. ദാനിയേലും അതുപോലെ തന്നെ യോബിനെക്കുറിച്ചും അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം,
മറ്റുള്ളവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാം, ഉപദേശം കൊടുക്കാം. എന്നാൽ അവരെ ആരെയും നമുക്ക് പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. കാരണം എനിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കൊണ്ട് സാധിക്കുകയുള്ളൂ. ആയതുകൊണ്ട് ഞാൻ നീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, എനിക്ക് എണ്ണയുണ്ടോ നിൻ വിളക്കിൽ എന്ന് നാം പാടാറുണ്ട്. അതെ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ ജീവിതങ്ങളിൽ നിറഞ്ഞ് ഉണ്ടായിട്ട് അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുവാനൊക്കെ സാധിക്കുക. ആയതുകൊണ്ട് എനിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നാം ഒരുങ്ങണം. മറ്റുള്ളവരെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് സാധിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ട സഹായം എന്ന് പറഞ്ഞാൽ ഒത്താശ ചെയ്യാം, മോറൽ സപ്പോർട്ട് കൊടുക്കാം. അല്ലാതെ അവർക്ക് നമുക്ക് പാസ്പോർട്ട് കൊടുക്കാൻ സാധിക്കുകയില്ല. ആയതുകൊണ്ട് ഈ അർദ്ധരാത്രിയിൽ മണവാളൻ വന്നു. മണവാളൻ വന്നപ്പോൾ ഒരുങ്ങിയിരുന്നവരെല്ലാം എന്തു ചെയ്തു? അവനോടൊപ്പം പോയി. എന്നാൽ ഒരുങ്ങാതിരുന്നതായ 5 കന്യകമാർ അവർ നഷ്ടപ്പെട്ടവരായി തീർന്നു. ആ ഒരു ഉപമയിൽ നാം പഠിക്കുന്നതാണ്, നാം ഒരുങ്ങിയിരിക്കണം, എപ്പോഴും ഏത് സാഹചര്യത്തിലും ഒരുങ്ങണം. അതുകൊണ്ട് കണിശമായിട്ടും അവർക്ക് പറ്റിയതായ കുഴപ്പം അത് ഇന്നും സംഭവിക്കാം. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള വിവരണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അവസാനം യജമാനൻ വരാൻ താമസിക്കുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ലൂക്കോസിന് സുവിശേഷം 13:26 പറയുന്നത്, അന്നേരം നിൻ്റെ മുമ്പിൽ ഞങ്ങൾ കുടിക്കുകയും അത് ഞങ്ങൾ തിന്നുകയും ഞങ്ങൾ ഞെരുക്കങ്ങൾ നീ പഠിപ്പിക്കുകയും ചെയ്തല്ലോ എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളൊരു അതുപോലെ പറയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ പറയും. എന്നാൽ അവൻ പറയുന്നത്, അവനോ നിങ്ങൾ എവിടെ നിന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ നീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ. അപ്പോൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മോട് സംവാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ആ ദൈവം തരുന്നതായ സാവകാശം തക്കത്തിൽ വിനിയോഗിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ നമ്മുടെ സമയം എപ്പോഴാണ് എന്ന് ആർക്കും അറിയത്തില്ല. ആയതുകൊണ്ട് ദൈവത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുക. കൊരിന്ത്യർ ലേഖനത്തിൽ ഞാൻ വീണ്ടും വായിക്കുന്നു, മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവിടെ ദൈവത്തിലുള്ളത് ദൈവാത്മ അല്ലാതെ ആരും ഗ്രഹിക്കുകയില്ല. ദൈവത്തിൻ്റെ ആത്മപ്രേരിതരായിട്ട് തിരുവചനം നമ്മോട് സംസാരിച്ചതാണ്. ഇതൊക്കെയും എന്തിനു വേണ്ടിയാണ്? നമ്മുടെ അറിവിനു വേണ്ടിയും. എന്നാൽ അത് പലപ്പോഴും അവഗണിച്ചുകൊണ്ട് ലൗകികമായ താല്പര്യങ്ങൾ മുഴുകി നാം കഴിയുകയാണെങ്കിൽ നാം തന്നെ മനുഷ്യൻ്റെ ആത്മാവ് പിശാചിൻ്റെ ആത്മാവ്. പിശാചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പിശാചിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. ഞാൻ ചെറുപ്പകാലത്ത് വായിച്ചതായ ഒരു ചെറിയ ലേഖനത്തിൽ ഇപ്രകാരം, തമ്പിയുടെ ഹൃദയം. അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടായിരിക്കും, ചിലപ്പം വേറെ പേരിലായിരിക്കും അത് കാണുന്നത്. തമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ തമ്പി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണമുള്ളതായ, അവൻ്റെ ഹൃദയം ആദ്യം കാണിക്കുന്നത് അനവധിയായ ഭൗമികമായ അനേക കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഈ കാര്യങ്ങൾ കണ്ടതിന് ശേഷം താൻ എന്ത് ചെയ്യുന്നു? താൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു. താൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവനുള്ളതായ ദുഷ്ചിന്ത, ദുരാഗ്രഹം, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നൊന്നായിട്ട് പോയി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഇതെല്ലാം മാറി. എന്നാൽ അവനെന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചെങ്കിലും യേശു ക്രിസ്തു പൂർണ്ണമായിട്ട് തൻ്റെ ഹൃദയത്തിൽ വസിപ്പാൻ ഇടം കൊടുത്തില്ല. അതുകൊണ്ട് പിശാച് ഇങ്ങനെ കറങ്ങി നടന്ന് നോക്കി അവസാനം കണ്ടു ഈ ഹൃദയം ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവന് അതേ ചിന്തകൾ, അല്ലെങ്കിൽ അതുപോലുള്ളതായ ചിന്തകളും കൊണ്ടുവന്ന് നിറയുന്ന ഒരു കാഴ്ചപ്പാട്. അതിനെക്കുറിച്ച് തിരുവചനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ഒരു മനുഷ്യൻ്റെ തൻ്റെ ഹൃദയം വൃത്തിയാക്കി വെടിപ്പാക്കിയിട്ടു, എന്നാൽ അവിടെ യേശുവിന് സ്ഥാനം കൊടുക്കാതിരുന്നാൽ പിശാച് കൂടുതലായിട്ട് ശക്തിയോടെ വന്ന് പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെയൊരു പ്രവണത, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യവും ഈ ഭൂമിയിലുണ്ട്. ആയതുകൊണ്ട് നാം വളരെ ശ്രദ്ധയോടുകൂടി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുന്ന നാഴികയിൽ നാം എന്ത് ചെയ്യണം? എപ്പോഴും ഒരുപോലെ ഇരിക്കുക ഇല്ല. കാരണം കാലം മാറി വരികയാണ്.
ആയതുകൊണ്ട് അതുപോലെ നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലായിട്ട് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ തക്കവണ്ണം ഉള്ള വഴികളൊക്കെ ഈ ഭൂമിയിലുണ്ട്. ആയതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഒരുക്കമുള്ളവരായ, ബുദ്ധിയുള്ളവരായ 5 മണവാട്ടിമാരെ പോലെ നാം പ്രവർത്തിക്കണം. കാരണം ഈ കാലങ്ങളിൽ അത് എപ്പോഴാണ്, അത് അന്ധകാരത്തിലാണ്, അല്ലെങ്കിൽ ഡാർക്ക് അവേഴ്സ് ഓഫ് ദ നൈറ്റ്, അതായത് അന്ധകാര സമയത്താണ് ആര് വരുന്നത്? യേശു ക്രിസ്തു വരുന്നത്. അപ്പോൾ വരുന്ന നാഴിക ആർക്കും അറിയാത്തതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. അതിനെക്കുറിച്ച് ഉദ്ധരണി പറയുന്നത്, ദ കമ്മിങ് ഓഫ് ദ ബ്രൈഡ് ഗ്രൂം വാസ് അറ്റ് മിഡ് നൈറ്റ്, ദ ഡാർക്കസ്റ്റ് അവർ. So, the coming of Christ will take place in the darkest period of the earth's history. The days of Noah and Lot pictured the condition of the world just before the coming of the Son of Man. അത് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് നോഹയുടെയും ലൂത്തിൻ്റെയും കാലം പോലെ എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആയതുകൊണ്ട് അതുപോലെ ഒരുങ്ങാതിരിക്കാതെ ഒരുക്കമുള്ളവരായിരിക്കാൻ നാം എന്ത് ചെയ്യണം? വെളിച്ചവാഹികളായിട്ട്, അതേ പ്രത്യേകിച്ച് തിരുവചനത്തിൽ നമ്മെ അനുശാസിക്കുന്നത്, യെശയ്യാ പ്രവാചകൻ പറയുന്നത്, സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക, സുവാർത്ത ദൂതിയായ യെരുശലേമേ, നിൻ്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക, യഹൂദാ നഗരങ്ങളോട് ഇതാ നിൻ്റെ ദൈവം എന്ന് പറയുക, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. യെശയ്യാ പ്രവാചകൻ 40:9-10 വാക്യങ്ങളാണ് വായിച്ചത്. ആയതുകൊണ്ട് എൻ്റെ കർത്താവ് വരുവാൻ താമസിക്കുന്നു. ആയതുകൊണ്ട് കുടിച്ച് സന്തോഷിച്ച് അത് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതായ ചിന്താഗതി ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ചിട്ട് അതേ ബുദ്ധിയോടെ സ്ഥിരതയോടെ അതേ യേശുവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. അതേ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോട് ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതായ വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അവരെ ഓർപ്പിക്കുകയാണ്. കാരണം യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതിശയിച്ച് അത്ഭുതം ചെയ്തു. എന്നാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് എന്തുണ്ട്? നിത്യരാജ്യമുണ്ട്. അതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം പറയുന്നത്, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് അവനെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതൽ. അത് കർത്താവ് പറയുന്ന കാര്യമാണ്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള സുവിശേഷം വായിച്ചുകൊണ്ട് ഇത് നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ കേൾവിയിൽ അത് നിവൃത്തിയായി എന്ന് കർത്താവ് പറയുകയുണ്ടായി. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ആ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് അത് അയച്ചത്. നിങ്ങൾ പോയി ലോകത്തിൽ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കുക. ഗോ ye therefore and teach all nations. എല്ലാവരെയും അറിയിക്കുവാൻ തക്കവണ്ണമാണ്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരുമേ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഈ ഒരു വചനമാണ് തരുന്നത്. അന്നാളിൽ കർത്താവ് ഇപ്രകാരം പറയും, ഇതാ നമ്മുടെ ദൈവം, ഇവനെ അത്ര നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്ര നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. അപ്പോൾ അതുപോലെ അവരോട് ചേർന്നുകൊണ്ട്, വിശുദ്ധന്മാരോട് ചേർന്നുകൊണ്ട് ഇത് പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധ നാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്കായി കർത്താവ് പറഞ്ഞതായ ഈ ഉപമകൾ ഒരുക്കി തന്നിരിക്കാൻ അത് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിപ്പാൻ കർത്താവ് സഹായിക്കണമേ. എണ്ണയുണ്ടോ നിൻ വളക്കിൽ ചോദിക്കുന്ന ആ ചോദ്യം അത് അടിയങ്ങളോട് തന്നെ ചോദിപ്പാനും അങ്ങനെ എണ്ണയുള്ളവരായി ജീവിപ്പാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവരായി കർത്താവിൻ്റെ ഓരോനായി ഒരുങ്ങുവാനും ഞങ്ങളെ സഹായിക്കണം. എല്ലാം യേശുവിൽ കൂടി താഴ്മൊടിവിനുമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ്. ഈ തുടർച്ചയായി കർത്താവിൻ്റെ ഉപമകളെന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചത് അത് ക്രിസ്തുവിൻ്റെ ഉപമകളെന്ന പറയുന്ന ക്രൈസ്റ്റ് ഓബ്ജക്റ്റ് ലെസൺ എന്ന് പറയുന്നതായ ഒരു പുസ്തകത്തിൽ നിന്നാണ്. അത് മിസ്സസ് എലൻ ജി വൈറ്റ് എഴുതിയതാണ്. അത് നിങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വളരെ വസ്തുനിഷ്ഠമായിട്ട് ഇത് വായിച്ച് പഠിപ്പാനൊക്കെ കൊണ്ട് സാധിക്കും. ആയതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതുപോലെ നിങ്ങൾക്കറിയുവാനുള്ള എന്തെങ്കിലും ചോദ്യങ്ങളും ഞങ്ങളെ താഴെ കൊടുത്തിരുന്ന അഡ്രസ്സിൽ എഴുതുക. കണിശമായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്.